الحمد لله الذي أنزل آيات بينات وفصلها صورا وآيات وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان حتى الممات. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ സമയത്ത് ഈ മസ്ജിദ് തൗഹീദിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സുന്ദരമായ കാർപ്പറ്റ് വിരിച്ച ഈ നമസ്കാര സ്ഥലത്ത്, പള്ളിക്കകത്ത് അല്ലെങ്കിൽ കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് AC-യുടെ ആ ഒരു കൂളിങ്ങിൽ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തു കൊടുത്തിരുന്ന അനുഗ്രഹവും നമ്മളിന്ന് അനുഭവിക്കുന്ന അനുഗ്രഹത്തെയും ചേർത്ത് വെച്ച് ഒന്ന് ആലോചിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടു ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു കാർപ്പറ്റിൽ ഇരുന്നിട്ടില്ല. ഇത്തരമൊരു AC-യോ ഒരു ഫാനോ ഒരു കൂളറോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് കണ്ടിട്ടില്ല. തീത്തുപ്പുന്ന മരുഭൂമിയിൽ ചെരൽക്കല്ലുകൾ വിരിച്ച, മണലുകൾ കൊണ്ട് വിധാനിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അവിടുന്ന് ആരാധനകളിൽ കഴിഞ്ഞുകൂടി. അതിനെ അപേക്ഷിച്ച് എത്ര സുന്ദരമായി ഇരിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും ഒക്കെയുള്ള സംരംഭമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമാണ് ഓർക്കുന്നത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇത്തരമൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇതിനെക്കുറിച്ച് ചോദിക്കും. ആ ഒരു ചിന്തയാണ് ഈ ദീനി മജ്ലിസിൽ നമ്മെ എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് ഇത്തരം ഭവനങ്ങളിൽ അല്ലാഹുവിനു വേണ്ടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും അല്ലാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്യുന്നതിനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നമ്മെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായി പരലോക വിജയത്തിനു വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ പോരാട്ടമായിരുന്ന ബദർ യുദ്ധത്തെക്കുറിച്ചാണ്. ബദർ യുദ്ധവും ബദർ യുദ്ധത്തിലെ പാഠങ്ങളും നമ്മൾ പഠിക്കുന്നത് എന്തിന് എന്നാൽ ആ ബദരീങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിച്ച ആ സ്വർഗമേതോ ആ സ്വർഗം കൊതിച്ചുകൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്.
ആ ബദരീങ്ങൾ ഭയപ്പെട്ട പരലോകമേതോ ആ പരലോകത്തെയാണ് നമുക്കും അഭിമുഖീകരിക്കാനുള്ളത്. ആ ബദരീങ്ങളെ നാളെയിൽ വിചാരണ ചെയ്യുന്ന റബ്ബേതോ ആ റബ്ബ് തന്നെയാണ് നമ്മളെയും വിചാരണ ചെയ്യുക. അതുകൊണ്ട് ആ ബദരീങ്ങളിലൂടെ നമുക്കുള്ള പാഠം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ പാഠങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്നത് അവർ പോകാൻ ആഗ്രഹിച്ച സ്വർഗത്തിലേക്ക് പോകാൻ കൊതിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബദർ നൽകുന്ന പാഠത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനുള്ള കാരണം. ബദറിൻ്റെ ചരിത്രം വളരെ ചുരുക്കി പറയുന്നുവെങ്കിൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ജനിച്ചു വളർന്ന മക്ക രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. NRCയും CIയും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ മനസ്സിലുണ്ടായൊരു വികാരമുണ്ടായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പരീക്ഷണത്തിന് ഇരയായിട്ടുണ്ട്. മക്കയിൽ നിന്ന്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, താനേറെ സ്നേഹിക്കുന്ന മക്കയിൽ നിന്ന്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും പുറത്താക്കപ്പെട്ടു. മാത്രമല്ല, അവർ ആദർശനിഷ്ഠയനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടി മദീനയിലേക്ക് പോയിട്ടും അവിടെയും ഈ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ള വേട്ടയാടൽ അവസാനിപ്പിച്ചില്ല. വിശ്വാസികൾക്ക് മദീനയിൽ സംരക്ഷണം നൽകിയ അൻസ്വാറുകളോട് പോലും അവരുടെ ആ ശത്രുതാഭാവത്തിലുള്ള അവരുടെ പെരുമാറ്റവും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ അൻസാരിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്നും മക്കയിൽ എത്തിച്ചേരുകയാണ്. ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയപ്പോൾ അബൂജഹൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ആ പുത്തൻവാദികൾക്ക് അഭയം നൽകിയവരാണല്ലേ? നിങ്ങൾ ആ പുത്തൻ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് അഭയം നൽകിയവരാണല്ലേ? എങ്കിൽ ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങളുടെയും ശത്രുക്കളായിരിക്കുമെന്ന് അൻസാറുകൾക്കെതിരെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മക്കയിൽ പിന്നീട് വിശ്വാസികൾക്കെതിരെയുള്ള പ്ലാനിങ്ങുകൾ നടക്കുകയാണ്. വിശ്വാസികളെ എങ്ങനെ തകർക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഗൂഢമായ ആലോചനകളും ചർച്ചകളും നടക്കുകയാണ്. ആ ഒരു ചർച്ചയിലാണ് അബൂ സുഫിയാനെ ഒരു കച്ചവട സംഘവുമായി സിറിയയിലേക്ക് പറഞ്ഞയക്കാൻ അവർ തീരുമാനിക്കുന്നത്. മക്കയിൽ വിശ്വാസികൾ ഉപേക്ഷിച്ചു പോയ അവരുടെ സമ്പത്തും അതോടൊപ്പം മക്കയിലുള്ള ഓരോരുത്തരും അവരാലാകുന്ന സമ്പത്ത് ചെലവഴിച്ച് നല്ല ഒരു കച്ചവട സംഘത്തെ പറഞ്ഞേക്കാം. ആ ബിസിനസ്സിൽ ലാഭമുണ്ടായി ആ ലാഭം മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാമെന്നതായിരുന്നു മക്കയിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ്റെ കൂടെ അയക്കപ്പെടുന്ന സംഘത്തിൻ്റെ ലക്ഷ്യമായിട്ട് അവർ കണ്ടിരുന്നത്. അപ്രകാരം അവർ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഈ വിവരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നമുക്കവരെ തടയിടേണ്ടതുണ്ട്. എന്തിനാണ് അവരെ തടയിടുന്നത്? അവരെ തടയിട്ടില്ല എങ്കിൽ അവർ ബിസിനസ്സിലൂടെ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യം അതുമായി നമുക്കെതിരെ തിരിയും. അതുകൊണ്ട് അവർക്കെതിരെ നമുക്ക് തടയിടണമെന്ന് പറഞ്ഞ് സ്വഹാബിമാരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ബദറിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിൽ നിന്ന് യംബുലേക്ക് പോകുന്ന വഴി ഏകദേശം 150 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മണൽപ്പരപ്പായ ഒരു പ്രദേശം കാണാം. കണ്ടവരെൻ്റെ മുമ്പിലുണ്ടാകും. ആ മണൽ പ്രദേശമാണ് ബദർ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവിടെ എത്തിയപ്പോഴേക്ക് അബൂ സുഫിയാനും സംഘവും ആ സ്ഥലം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവിടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. മുഹമ്മദും അനുയായികളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കാത്ത് ബദറിൽ കഴിയുന്നുണ്ട് എന്ന വിവരം. ആ സമയത്ത് ഈ അബൂ സുഫിയാൻ
തൻ്റെ ചാരനായ ലംലം ഇബ്നു അംർ അൽ ഗഫാരി എന്നവരെ നേരെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. എന്തിന്? മുഹമ്മദും അനുയായികളും നമുക്കെതിരെ പുറപ്പെട്ട് ബദറിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സഹായം വേണമെന്നാവശ്യപ്പെട്ട് ലംലം ഇബ്നു അംറിനെ അബൂ സുഫിയാൻ മക്കയിലേക്ക് പറഞ്ഞയച്ചു. മക്കയിലേക്ക് പോകുമ്പോൾ ലംലം തൻ്റെ കുതിരയുടെ മൂക്ക് വലിച്ചു കീറി, തൻ്റെ വസ്ത്രവും വലിച്ചു കീറി. എന്നിട്ട് ആരൊക്കെയോ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുമാറ് ലംലം മക്കയിലെത്തി അബൂജഹലിനോട് സഹായം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വാശിയോടുകൂടെ അബൂജഹൽ 1000-ഓളം വരുന്ന സൈന്യങ്ങളെയും കൊണ്ട് നേരെ ബദറിലേക്ക് പുറപ്പെടുകയാണ്. ബദറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവരുടെ സഞ്ചാരത്തിനിടയിലാണ് വിവരമറിയുന്നത് അബൂ സുഫിയാനും കൂട്ടരും അവിടുന്ന് മറ്റൊരു മാർഗത്തിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ, നമ്മൾ എന്ത് ചെയ്യണം? 2 സൈന്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് അബൂജഹലിൻ്റെ കൂട്ടത്തിലുള്ള അബൂജഹലിൻ്റെ കൂടെ വരുന്ന 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ സൈന്യങ്ങൾ, മറ്റൊന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘവും. ആരോടാണ് നമ്മൾ പോരടിക്കേണ്ടത്? ആരോട് പോരടിക്കുന്നുവെങ്കിലും വിജയം നമുക്ക് സുനിശ്ചിതമാണ്. എങ്കിൽ ചില സഹാബിമാർ പറഞ്ഞു, നമുക്ക് കച്ചവട സംഘത്തോട് പോരാടാം. അവരോട് പോരാടി അല്പം സാമ്പത്തിക ശേഷി ഉണ്ടായതിന് ശേഷം പിന്നീട് മറ്റൊരു ഘട്ടത്തിൽ മറ്റുള്ളവരോടുള്ള പോരാട്ടമാകാം. ചില ആളുകൾ പറഞ്ഞു, അല്ല, നമുക്ക് പട്ടാള സംഘത്തോട് തന്നെ പോരാടാം. വിജയം നമുക്ക് സുനിശ്ചിതമാണെന്ന് അള്ളാഹു അറിയിച്ച സ്ഥിതിക്ക് അബൂജഹലിൻ്റെ കൂട്ടത്തിലുള്ള ആ സംഘത്തോട് തന്നെ നമുക്ക് പോരാടാമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു. ആ സമയത്താണ് പിന്നീട് അറിയുന്നത് അബൂ സുഫിയാനും കൂട്ടരും മറ്റൊരു മാർഗത്തിൽ കൂടി അവർ മക്കയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈ വിവരം അബൂജഹലിനെ അവരറിയിച്ചു. പക്ഷേ അബൂജഹൽ മടങ്ങിപ്പോരാൻ തയ്യാറായില്ല. 2-1 തീരുമാനിച്ചിട്ട് മടങ്ങൂ എന്നുള്ള തീരുമാനത്തോടെ അബൂജഹൽ മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 313 ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്നുണ്ടായിരുന്നത്. കുതിരകളാണെങ്കിലും ഒട്ടകങ്ങളാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും വളരെ കുറച്ചു മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. ശത്രുക്കളുടെ കൂടെയാകട്ടെ 100 കുതിരകളുണ്ടായിരുന്നു, ധാരാളം ഒട്ടകങ്ങളുണ്ടായിരുന്നു. വിശ്വാസികൾക്ക് 3 പേർക്ക് ഒരു ഒട്ടകം എന്ന നിലക്ക് മാത്രമേ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദുർബലമായ അവസ്ഥയിലാണ് വിശ്വാസികൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. 3 പേർക്ക് ഒരൊട്ടകം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും, ഇവർ 3 പേരാണ് ഒരു ഒട്ടകത്തെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 3 പേർ, ആദ്യം ഒരാൾ ഒട്ടകപ്പുറത്ത് കയറും, മറ്റു 2 പേര് നടക്കും. പിന്നെ ഒരാൾ കയറും, മറ്റു 2 പേർ നടക്കും. ഇങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി റളിയല്ലാഹു അൻഹുവും മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ, ഞങ്ങൾ നടന്നോളാം, ഞങ്ങൾ നടന്നുകൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേതാവാണല്ലോ, അതുകൊണ്ട് അവർ പറയുന്നത് പ്രകാരം ചെയ്യാം എന്നതല്ല തീരുമാനിച്ചത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എനിക്കും വേണ്ടേ കൂലി, എനിക്കും വേണ്ടേ കൂലി. മാത്രമല്ല, നിങ്ങൾ എന്നേക്കാൾ ആരോഗ്യമുള്ളവരല്ല താനും. അനുയായികളുടെ കൂടെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചത്. വർത്തമാനകാലത്ത് പല നേതാക്കന്മാരും രാഷ്ട്രീയ തലത്തിലാണെങ്കിലും മറ്റു പല മേഖലകളിലും പല നേതാക്കന്മാരെയും നമുക്ക് കാണുന്നത് അനുയായികളുടെ കൂടെയല്ല, മറിച്ച് അവരൊക്കെ ഉയർന്ന തലങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. അനുയായികളുടെ കൂടെ അനുയായികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തോ അതൊക്കെ അനുഭവിച്ചു. എന്തിനു വേണ്ടി? അവർക്ക് മാത്രം പോരാ കൂലി, എനിക്കും പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടെയാണ് അവർ അപ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് കൂടിയാലോചിച്ചു. എന്തിന്? കച്ചവട സംഘത്തോട് പോരാടണോ, അതല്ല നമ്മൾ അബൂജഹലിൻ്റെ കൂട്ടത്തിലുള്ള ആ പട്ടാള സംഘത്തോട് പോരാടണോ? അവിടെയും നമുക്കുള്ള വലിയൊരു പാഠം
ഒരു നേതാവെന്ന് പറയുമ്പോൾ പരസ്പരം മുഷാവറ കൂടിയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവരൊരുക്കമാണ്. അൻസാറുകളാണെങ്കിലും മുഹാജിറുകളാണെങ്കിലും അവരൊരുക്കമാണ്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയായ നേതാവാണ്. അതുകൊണ്ട് ഒരു നേതാവ് എങ്ങനെയായിരിക്കണം? അനുയായികളുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെയാണ് ഒരു കാര്യത്തിന് തീരുമാനമെടുക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചർച്ചയിൽ അവിടുന്ന് മുഹാജിറുകളുടെ നേതാവായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരിക്കലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞതുപോലെ ഞങ്ങൾ താങ്കളോട് പറയുകയില്ല. മൂസ അലൈഹിസ്സലാമിനോട് തൻ്റെ ജനത പറഞ്ഞത് ഒരു യുദ്ധത്തിനു വേണ്ടി പുറപ്പെടാൻ പറഞ്ഞപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽ ജനത പറഞ്ഞത്, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കാനാണ്. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറയുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഞങ്ങളോട് എന്താണോ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ അപ്രകാരം ചെയ്യാൻ തയ്യാറാണ്. അതേപോലെ തന്നെ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ താങ്കളെ സത്യപ്പെടുത്തിയവരാണ്, താങ്കളിൽ വിശ്വസിക്കുന്നവരാണ്. താങ്കൾ എന്താണോ ഞങ്ങളോട് പറയുന്നത് അത് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ആർത്തിരമ്പുന്ന തിരമാലയിലേക്ക് എടുത്തു ചാടാൻ താങ്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളത് ചെയ്യും പ്രവാചകരെ. ഇതൊരു നേതൃത്വത്തോട് അനുയായികൾക്കുണ്ടായിരിക്കേണ്ട അനുസരണമാണ്. ഒരു നേതൃത്വത്തോട് അനുയായികൾ എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്താൽ, ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടി ഒരു തീരുമാനമെടുക്കുന്നു, അതിൽ 10 ആളുകൾ ഉണ്ടായിരുന്നു, 8 പേര് ഒരേ അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായ പ്രകാരം പ്രവർത്തിക്കുന്നു. 2 ആളുകൾ നേരെ തിരിച്ചാണ് അഭിപ്രായം പറഞ്ഞത്. എന്നിട്ടോ ആ 8 ആളുകളെടുത്ത തീരുമാനപ്രകാരം മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള 2 ആളുകൾ പറയും, ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞല്ലേ വേണ്ടെന്ന്, അനുഭവിച്ചോളി. ഇതല്ല അനുയായികൾക്കുണ്ടായിരിക്കേണ്ട നിലപാട്. മറിച്ച് ഭൂരിപക്ഷത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാലും ശരി, അത് എല്ലാവരുടെയും വീഴ്ചയായി പരിഗണിക്കാൻ പറ്റണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി ചർച്ച ചെയ്യുമ്പോൾ അനുയായികൾ പൂർണ്ണമായും നേതൃത്വത്തെ അനുസരിക്കുകയാണ്. നേതാവ് എന്താണോ പറയുന്നത് അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി മുഹാജിറുകളും അൻസാറുകളും അവരുടെ പ്രതിനിധികളിലൂടെ, അവരുടെ നേതാക്കന്മാരിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. മാത്രമല്ല, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. നമ്മൾ വിജയിക്കുന്നുവെങ്കിൽ ശേഷം നിങ്ങൾക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം. അതല്ല, പരാജയമാണെങ്കിൽ നിങ്ങൾ വേഗം രക്ഷപ്പെട്ട് മദീനയിലേക്ക് തിരിച്ചു പോകണം. അവിടെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിൻ്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അവർക്ക് ദീൻ പഠിപ്പിച്ച് നേതൃത്വം നൽകി മദീനയിൽ തന്നെ നിങ്ങൾ കഴിഞ്ഞുകൂടണമെന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ അനുയായികളുടെ പ്രതികരണത്തിൽ വലിയ സന്തോഷമുണ്ടായി. യുദ്ധത്തിനിറങ്ങാതെ രക്ഷപ്പെട്ടു എന്നതിൻ്റെ പേരിലല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുന്ന് മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നതിനോടും അവർക്കുണ്ടായിരുന്ന ആഗ്രഹത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മനസ്സിലാക്കിയത്. അബൂജഹൽ അഹങ്കാരത്തോടുകൂടെ ബദറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരിക്കലും രണ്ടിലൊന്ന് തീരുമാനിക്കാതെ മടങ്ങിപ്പോവുകയില്ല എന്ന് അബൂജഹൽ തീരുമാനിച്ചു. അബൂജഹൽ യുദ്ധത്തിന് വരുന്ന സമയത്ത് ആദ്യമൊക്കെ കുറച്ചൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു, വേണോ വേണ്ടേ. കാരണം ഇവിടെ അബൂജഹലിൻ്റെ അനുയായികളിൽ തന്നെ 2 ചിന്താഗതിക്കാരുണ്ടായിരുന്നു. അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടല്ലോ, ഇനി നമുക്ക് തിരിച്ചു പോകാം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. മറ്റു ചില ആളുകളോ അല്ല, നമുക്ക് പോയി യുദ്ധം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, അപ്പോഴാണ് അബൂജഹലിൻ്റെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായത്, എന്തു വേണം. ആ സമയത്താണ് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ വേഷത്തിൽ പിശാജ് അബൂജഹലിൻ്റെ അടുക്കൽ വരുന്നു. സുറാഖത്ത് ബിൻ മാലിക് ആ നാട്ടിലൊരു പ്രമാണിയാണ്.
ആ പ്രമാണിയായ വ്യക്തി യുദ്ധത്തിന് വന്നിട്ടില്ല, ബദറിലേക്ക് വന്നിട്ടില്ല. ആ പ്രമാണിയുടെ വേഷത്തിൽ പിശാച് അബൂജഹലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ധൈര്യമായി യുദ്ധം ചെയ്യുക. പിശാചിന്റെ ലക്ഷ്യം എന്താ? അബൂജഹൽ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടണം, അബൂജഹൽ നരകത്തിന്റെ വിറകായി തീരണം. അതാണ് പിശാചിന്റെ ലക്ഷ്യം. സുറാഖത്തിന്റെ വേഷത്തിൽ വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. സുറാഖത്ത് കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അബൂജഹൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം 48-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, ഇത് സുയ്യിന ലഹുമുശ് ശൈത്താനു അഅമാലഹും, പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുത്തു. അവർക്ക് അലങ്കാരമായി, അഥവാ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ റമളാനിൻ്റെ 16-ാമത്തെ ദിനം, 17-ാമത്തെ ദിനത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. 16-ാമത്തെ ദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശുൻ ഖദ് അതത് ബിഖുയലാഇഹ, അല്ലാഹുവേ ഇദാ ഖുറൈശികൾ അവരിതാ വന്നിരിക്കുന്നു, ബിഖുയലാഇഹ വഫഖ്രിഹ തുജാദിലു വതുകദ്ദിബു റസൂലക്, അല്ലാഹുവേ നിന്റെ ദൂതനെ കളവാക്കിക്കൊണ്ട്, തർക്കിച്ചുകൊണ്ട്, അഹങ്കാരികളായിക്കൊണ്ട് ഇതാ ഖുറൈശികൾ വന്നിരിക്കുന്നു. അല്ലാഹുമ്മ നസ്റകല്ലദീ വഅദ്തനി, റബ്ബേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം നീ നൽകണമേ. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം നീ നിറവേറ്റണമേ. അല്ലാഹുമ്മ ആതിനി മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയതിനെ എനിക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ ഫിൽ അർദ്, അല്ലാഹുവേ ഇസ്ലാമിലുള്ള ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നവരായി ഈ ഭൂമിയിൽ ആളുകൾ അവശേഷിക്കുകയില്ല നാഥ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തി തൻ്റെ കക്ഷത്തിലെ വെള്ള പുറത്തു കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബദറിന്റെ തലേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല്, ഇനി പ്രാർത്ഥന അവസാനിപ്പിക്കാം, അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനം അവൻ നിറവേറ്റും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമുക്കുള്ള പാഠം, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, 5 നേരം നമസ്കരിക്കുന്നവരല്ലേ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരല്ലേ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക? ആ ഒരു നിലപാടിലാണ് പല ആളുകളും ജീവിക്കുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുക? അപ്പം നമുക്ക് തന്നെ തരിക എന്നുള്ള ധാരണയിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ കുറച്ച് സമയം, ആ സമയം തന്നെ കൃത്യമായി മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇവിടെ ബദറിന്റെ രണഭൂമിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള, ആത്മാർത്ഥമായി കടന്നു വന്നിട്ടുള്ള അവിടുത്തെ സ്വഹാബത്തും അവരുടെ നേതാവ് അന അത്ഖാക്കും, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യുദ്ധത്തിന് വന്നിട്ടുള്ളത്. റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ടും എത്ര ആത്മാർത്ഥമായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പാഠമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്. ശാരീരികവും സാമ്പത്തികവും മാനസികവും കുടുംബപരവും സാമൂഹികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആവലാതി പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം റബ്ബിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നറിയുന്ന നമുക്ക് എത്രത്തോളം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ബദറിൽ നമുക്ക് അങ്ങനെയും പാടുണ്ട്, പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി. ഏതൊരു പ്രതിസന്ധിക്ക് മുമ്പിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരാൻ. വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതം കൊണ്ട് കാണിക്കാനാണ് പ്രയാസം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം കൊണ്ടാണ് തൻ്റെ ഉമ്മത്തിന് ലോകത്തെ പല സന്ദേശവും കൈമാറിയിട്ടുള്ളത്. അതിൽപ്പെട്ടതാണ് ബദറിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഈ പ്രാർത്ഥന. പലരും വിശ്രമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നില്ല, പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കും ജീവിത പ്രതിസന്ധിയിലുള്ള മോചനത്തിന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് പരിഹാരമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഒരു മഴ വർഷിക്കുകയാണ്. ഈ മഴ വിശ്വാസികൾക്ക് പല നിലക്കും അനുഗ്രഹമായി. അവിശ്വാസികൾക്കാകട്ടെ ഈ മഴയിലൂടെ പല പ്രയാസങ്ങളും ഉണ്ടാവുകയും ചെയ്തു. റബ്ബിൻ്റെ അനുഗ്രഹമായിരുന്നു ആ മഴ. നേരം പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഇവിടെയായിരിക്കും അബൂജഹൽ ചത്തുകിടക്കുക, ഇവിടെയായിരിക്കും ഉത്ബത്ത് മരണപ്പെട്ട് കിടക്കുക, ഇവിടെയായിരിക്കും ഷൈബത്ത് ചേതനയറ്റ ശരീരവുമായി കിടക്കുക. ഓരോ നിഷേധികളിലെ അഹങ്കാരികളും ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന സ്പോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. സ്വഹാബത്തിന് വലിയ സന്തോഷമുണ്ടായി. കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ പരാജയപ്പെടുമെന്നും അവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്നും കേട്ടപ്പോൾ സ്വഹാബത്തിന് വലിയ സന്തോഷമുണ്ടായി. അങ്ങനെ നേരം പുലർന്നൽപ്പം കഴിയുമ്പോൾ ശത്രുഭാഗത്ത് നിന്ന് ആദ്യം ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടിയുള്ള വെല്ലുവിളി ഉണ്ടാകുന്നു. ശത്രുഭാഗത്ത് നിന്ന് ഉത്ബ വരുന്നുണ്ട്, ഷൈബയുണ്ട്, വലീദുണ്ട്. ഈ 3 പേരും ശത്രുപാളയത്തിൽ നിന്ന് മുന്നോട്ട് വന്നു. ഒരു ഭാഗത്ത് മുസ്ലിം സൈന്യങ്ങളാണ്, മറുഭാഗത്ത് മക്കയിലെ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ സൈന്യങ്ങളാണ്. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ സ്വഹാബിമാർ ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്. ശത്രുഭാഗത്ത് നിന്ന് വലീദും ഷൈബയും ഉത്ബയും കടന്നു വരുന്നു. മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് വലീദിന് നേരെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ വരുന്നുണ്ട്, ഷൈബയുടെ നേരെ മുഅവ്വിദ് ബിൻ അഫ്ഫാൻ വരുന്നുണ്ട്, ഉത്ബയുടെ നേരെ ഔഫ് ബിൻ അഫ്ഫാനും വരുന്നുണ്ട്. 3 പേരും അൻസാരികളാണ്, അഥവാ മദീനക്കാരാണ്. ആ സമയത്ത് നിഷേധികളായ ആളുകൾ, മക്കയിൽ നിന്ന് വന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടത് അൻസാറുകളെയല്ല, മദീനക്കാരെയല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ട മുഹാജിറുകളായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ അവർ കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് ശത്രുഭാഗത്തിൽ നിന്ന് വെല്ലുവിളി ഉയർന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും യാ ഹംസ, ഹംസ എഴുന്നേൽക്കൂ. ഖും യാ അലി, അലിയെ എഴുന്നേൽക്കൂ. ഖും യാ ഉബൈദ. അങ്ങനെ 3 പേരും എഴുന്നേറ്റു. 3 പേരും മുഹാജിറുകളാണ്. ശത്രുക്കളുടെ വെല്ലുവിളിക്ക് മുമ്പിൽ ഇസ്ലാം പരാജയപ്പെടാൻ പാടില്ല. 3 പേരും കടന്നു ചെല്ലുന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയുടെ നേരെയും, അലി റളിയല്ലാഹു അൻഹു വലീദ് ബിൻ മുഗീറയുടെ നേരെയും, അതുപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബയുടെ നേരെയും ചെല്ലുന്നു. ശക്തമായി അവർ തമ്മിൽ പോരാട്ടം നടന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വെട്ടേറ്റ് ഷൈബ നിലം പതിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ടത്തിൽ വലീദ് ബിൻ മുഗീറ ചേതനയറ്റ ശരീരവുമായി നിലത്ത് വീണു. ഉബൈദയ്ക്ക് ഉത്ബയിൽ നിന്നും വെട്ടേറ്റ് പരിക്കുപറ്റി. പിന്നീട് ഉത്ബയെ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും കൂടെ വകവരുത്തി. എന്നാൽ ഉത്ബയുടെ വെട്ടേറ്റ് ആ പരിക്കിൻ്റെ പേരിൽ പിന്നീട് ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ രക്തസാക്ഷിയാവുകയാണ്. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈദ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ ദ്വന്ദ്വ യുദ്ധത്തിന് ശേഷം അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. അവിടെ ആ പോരാട്ടത്തിൻ്റെ പ്രത്യേകത തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് ആയുധ സജ്ജരായ സൈന്യങ്ങളും നിരായുധനായ ഒരു സംഘവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് 1000-ഓളം വരുന്ന ആൾഫലമുള്ള ഒരു സംഘവും വെറും 313 ആളുകൾ മാത്രമുള്ള ഒരു സംഘവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അത് എന്തെല്ലാമാണെങ്കിലും ശരി, ആ പോരാട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയിക്കാൻ സാധിച്ചു. അതിശക്തമായ ആ പോരാട്ടത്തിൽ വിശ്വാസികൾ വിജയിച്ചു.
ആ യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ പല ചരിത്രങ്ങൾക്കും ആ മണ്ണ് സാക്ഷിയായി, പല ചരിത്ര സംഭവങ്ങൾക്കും ആ മണ്ണ് സാക്ഷിയായി. അതിൽപ്പെട്ട ഒന്നാണ് മഹാന ഉമർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ഈത്തപ്പഴം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബദറിലേക്ക് പുറപ്പെടാനുള്ള വാർത്ത കേട്ടത്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഈ ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല, പുറപ്പെടാൻ നമുക്ക്. എങ്ങോട്ടാ പോകുന്നത്? അള്ളാന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാനാണ്. അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം ബഹ് ബഹ് എന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം കഴിച്ച് പൂർത്തിയാക്കാൻ നിൽക്കാതെ ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടു. ആ ബദറിന്റെ പോരാട്ട ഭൂമിയിൽ ധീരമായ പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം രക്തസാക്ഷിയായതാണ് നമുക്ക് ബദറിന്റെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആ ഈത്തപ്പഴം പോലും പൂർത്തിയായി തിന്നാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? റബ്ബിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ കിട്ടുന്ന അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി. നമ്മൾ ബദറിൽ നിന്ന് പഠിക്കേണ്ട പാഠം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി മാക്സിമം എന്ത് ചെയ്യാൻ പറ്റൂ അതിനുള്ള അവസരമുണ്ടായപ്പോൾ അതിനെ തന്നെ ഉപയോഗപ്പെടുത്തിയവർ. അതെന്തായിരുന്നു? റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ നമുക്കവിടെയുള്ള പാഠം, ആ സ്വർഗമാണ് നമ്മളും കൊതിക്കുന്നത്. ആ സ്വർഗത്തിന് വേണ്ടി നമുക്കിന്ന് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ ബദരീങ്ങളുടെ പിന്തലമുറക്കാരെന്ന് അവകാശപ്പെടുന്ന, ബദരീങ്ങളെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്ന, ബദരീങ്ങളുടെ കൂടെ നിൽക്കുന്നവരെന്ന് പറയുന്ന നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് റമളാൻ. ഈ റമളാനിൽ എത്രത്തോളം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മൾ പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എന്നാൽ അത് മതിയോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നത്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമസ്കാരത്തിന് നമ്മൾ സംബന്ധിക്കുന്നത്, ഖുർആൻ പാരായണം നമ്മൾ നടത്തുന്നത്, അദ്കാറുകൾ നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ താടി വളർത്തിയിരിക്കുന്നത്, പലിശയിൽ നമ്മൾ അകന്നു നിൽക്കുന്നത്, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്നത്, മറ്റുള്ളവരോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പരലോകത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ സ്വഹാബിമാർ ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടുമ്പോൾ റബ്ബിന്റെ മാർഗത്തിൽ ജീവനാണ് കൊടുത്തതെങ്കിൽ നമ്മൾ എത്രത്തോളം ചെയ്തു? നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതിയോ? അതല്ല, ആ സ്വർഗത്തിലേക്ക് എത്താൻ ഇനിയും നമ്മൾ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ടോ എന്നൊരു ആത്മപരിശോധനയും അതിൽ നിന്ന് കൂടുതൽ നന്മയിലേക്കുള്ള കുതിപ്പുമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. വിശ്വാസികളായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ അതിവേഗം കുതിക്കുന്നവരായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ നന്മയിൽ മുന്നോട്ട് കുതിക്കാൻ നമുക്ക് പറ്റണം. ബദറിന്റെ ചരിത്രത്തിൽ മറ്റൊരു പാഠം, വിശ്വാസികളും ഒരു ഭാഗത്ത് നിൽക്കുന്നു, അവിശ്വാസികൾ മറുഭാഗത്ത് നിൽക്കുന്നു. വിശ്വാസികൾക്കിടയിൽ നിന്ന് രണ്ട് കുട്ടികൾ, മുഅവ്വിദ്, മുആദ് എന്നീ രണ്ട് കുട്ടികൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എവിടെയാണ് അംർ ബിൻ ഹിഷാം? മൻ ഹു അംർ ബിൻ ഹിഷാം? അംർ ബിൻ ഹിഷാം എന്നത് അബൂജഹലിന്റെ പേരാണ്. അബൂജഹലിന്റെ ശരിക്കുള്ള പേര് അംർ ബിൻ ഹിഷാമാണ്. ഈ മുഅവ്വിദ്, മുആദ് എന്നീ രണ്ട് കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട്, മൻ ഹു അംർ ബിൻ ഹിഷാം? അംർ ബിൻ ഹിഷാം ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ? ഈ കുട്ടികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ചീത്ത പറയുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് കുട്ടികളോട് പറഞ്ഞു, കണ്ടില്ലേ ആ കുതിരപ്പുറത്ത് ഒരു തടിമാടനായ മനുഷ്യനെ കണ്ടില്ലേ നിങ്ങൾ? അയാളാണ് അംർ ബിൻ ഹിഷാം. ഇത് കേൾക്കേണ്ട താമസം മുആദ്, മുഅവ്വിദ് എന്നീ രണ്ട് കുട്ടികൾ അതിവേഗം കുതിക്കുകയാണ് എന്നാണ്. തൊടുത്തുവിട്ട അമ്പ് കണക്കെ അതിവേഗം കുതിച്ച് ഈ രണ്ട് കുട്ടികളാണ് അബൂജഹലിന്റെ തലയറുത്ത് മണ്ണിൽ വെച്ചത്. രണ്ടുപേരും നേരെ തിരിച്ച്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, അന ഖതൽതു അദുവല്ലാഹി അബൂജഹൽ, ഞാൻ അള്ളാഹുവിന്റെ ശത്രുവായ അബൂജഹലിനെ വധിച്ചിരിക്കുന്നുവെന്ന് ഈ രണ്ട് കുട്ടികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കുട്ടികളുടെയും വാളുകൾ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, അൻതുമാ ഖതൽതുമാ, നിങ്ങൾ രണ്ടുപേരുമാണ് ആ അബൂജഹലിനെ, അള്ളാഹുവിന്റെ ശത്രുവിനെ വധിച്ചത്. നമുക്ക് ബദറിലുള്ള പാഠം, ഇവർ രണ്ടുപേരും കുട്ടികളാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്ക് ഇസ്ലാമിനെ സംരക്ഷിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവിനെതിരെ പോരാടണം, റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കണമെന്നുള്ള ചിന്ത ആ ബാല്യത്തിലേക്ക് കടന്നുപോയ, ആ യുവത്വത്തിലേക്ക് കയറി ചെന്നിട്ടുള്ള കുട്ടികളുടെ മനസ്സിലുണ്ടായെങ്കിൽ വർത്തമാന കാലത്ത് യുവതലമുറയുടെ മനസ്സിൽ ഇത് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളിൽ പലരും ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റാണ്. മതമെന്ന് പറയുന്നത് ഒരു ഭ്രാന്തായി അവർക്ക് തോന്നുകയാണ്. മതമെന്ന് പറയുന്നത് ഒരു പഴഞ്ചനായി അവർക്ക് തോന്നുകയാണ്. ഇന്നത്തെ ജീവിതം എന്താ? അടിച്ചു പൊളിച്ചു ജീവിക്കണം, രസിക്കണം, രമിക്കണം എന്നതാണ് ഇന്നത്തെ യുവതലമുറയുടെ ചിന്തയെങ്കിൽ അവർ അക്കൂട്ടത്തിൽ എത്തിപ്പെട്ടതിന്റെ പിന്നിൽ നമ്മൾ കാരണക്കാരായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മലർന്നു കിടന്ന് കരയാൻ മാത്രം പറ്റുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും അവർ നമ്മുടെ കൈകളിലായിരുന്നുവെങ്കിൽ, വളർന്നു വന്നിട്ട് മക്കൾ ദീനീ നിഷ്ഠയിൽ നിന്ന് അകന്നു പോയതിന്റെ പേരിൽ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് ആ ഒരു പ്രായത്തിൽ എൻ്റെ മക്കളെ എനിക്ക് അള്ളാഹു നൽകിയിട്ട് അവർ ദീനീ ചിട്ടയോടെ വളരാൻ ആവശ്യമായ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഞാൻ എന്നാലോചിക്കാൻ നമുക്ക് പറ്റണം. ബദറിൽ സുഹാബത്തിന്റെ മക്കൾ ഈ രൂപത്തിൽ സജ്ജമായത് പെട്ടെന്ന് ഞൊടിയിടയിൽ സംഭവിച്ചതല്ല, മറിച്ച് അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവരുടെ രക്ഷിതാക്കൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ജീവിതത്തിന്റെ ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും മരണമെന്ന് പറയുന്ന സത്യം എന്നെ പിടികൂടും, ആ മരണത്തിന്റെ ശേഷമാണ് യഥാർത്ഥ ജീവിതം, എനിക്കവിടെ രക്ഷപ്പെടണമെങ്കിൽ ഭൂമിയിൽ സൃഷ്ടാവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചേ മതിയാകൂ എന്ന ബോധ്യം ആ മക്കളുടെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് റബ്ബിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കേണ്ടി വന്നപ്പോഴും അവർക്കതിന് മടിയില്ലാതായി മാറിയത്. നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പലരും മക്കളെ മദ്രസയിലേക്ക് ചേർത്തിട്ടുണ്ടാകും, കേവലം മദ്രസയിൽ പഠിക്കുന്നുവെന്ന് പറയാൻ വേണ്ടി മാത്രം. എന്തെങ്കിലും കല്യാണമോ മറ്റ് ഫംഗ്ഷനുകൾ ഉണ്ടായാൽ അന്ന് മദ്രസ ലീവാ. മദ്രസയിലേക്ക് വരുന്നതിന് പലപ്പോഴും സമയം വൈകിയ. മദ്രസയിൽ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് പല രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല. അവരെന്തൊക്കെ പഠിക്കുന്നുണ്ട്, അത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ മറ്റാളെയും കുറ്റപ്പെടുത്തണ്ട, ഞാനടക്കം. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിനാണോ മതവിദ്യാഭ്യാസത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. മണിക്കൂറുകളോളം സ്കൂളിൽ പോയി ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്, അതിന് പുറമെ ട്യൂഷനും കൊടുക്കുന്നുണ്ട്. ട്യൂഷൻ കൊടുക്കുന്ന ഏതാ? ഈ മണിക്കൂറുകളോളം സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയിട്ട് വീണ്ടും ട്യൂഷൻ കൊടുക്കുന്ന അതിനെന്നാ? ഭൗതിക വിദ്യാഭ്യാസത്തിനാണ്. ഭൗതിക വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, പക്ഷേ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ, ആഖിറത്തിനെ മനസ്സിലാക്കാതെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ, സ്വഹാബത്തിന്റെ മക്കൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ചതുപോലെ നമ്മുടെ മക്കളെ അതിന് കിട്ടൂല. പലരും വലിയ ഉയർച്ചയിലും വലിയ പൊങ്ങച്ചത്തിലും പറയും, എൻ്റെ മകൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, ഒരാൾ ചെന്നൈയിലാണ്, ഒരാൾ കാനഡയിലാണ്, ഒരാൾ ലണ്ടനിലാണ്, ഒരാൾ അമേരിക്കയിലാണ്. എവിടെയായിട്ടൊരു കാര്യമല്ല. ആരാണ് പിതാവ്, ആരാണ് മാതാവ് എന്നറിയാത്ത വിദ്യാഭ്യാസമാണ് അവർക്ക് നേടിയിട്ടുള്ളതെങ്കിൽ, ആരാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അവനോടുള്ള എൻ്റെ കടമയും കടപ്പാടും എന്തെന്നറിയാത്ത വിദ്യാഭ്യാസമാണ് അവർ നേടിയതെങ്കിൽ, ലോകത്തിന്റെ ഏത് കോണിൽ അവർ പോയി പഠിച്ചിട്ടും ദുനിയാവിലും പരലോകത്തും പ്രയോജനമില്ല, പരാജയമായിരിക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതെ, അവർക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. ഇവിടെ ഈ പറഞ്ഞ മുഅവ്വിദിനും മുആദ് റളിയല്ലാഹു അൻഹുമ അവർക്ക് ലഭിച്ച വിജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ചുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റബ്ബിന് വേണ്ടി അധ്വാനിക്കാൻ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ
അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബദറിന്റെ ചരിത്രത്തിൽ നമുക്കുള്ള മറ്റൊരു പാഠം എന്ന് പറയുന്നത് അവിടെ പോരാടിയത് രക്തങ്ങൾ തമ്മിലായിരുന്നു. രക്തബന്ധത്തിലുള്ളവർ പരസ്പരമാണ് അവിടെ പോരാടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വിശ്വാസികളുടെ ഭാഗത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ശത്രുക്കളുടെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ പിതാവ് ജറാഹ് എന്നവരുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മാവനായ അൽ ആസ് ഇബ്നു ഹിഷാമിനെ വകവരുത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകനെയും പ്രവാചകന്റെ ദീനിനോടും ശത്രുത കാണിക്കുന്നവരോട് യാതൊരു മമതയുമില്ല എന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നുവെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഇതിലൊക്കെ നമുക്ക് പാടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ മതത്തിനോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട് എനിക്ക് യാതൊരു മമതയുമില്ല എന്ന് ഞാൻ തെളിയിച്ചുവെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ വർത്തമാന കാലത്ത് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ആഘോഷങ്ങൾ നടത്തുന്ന ആളുകൾ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരില്ലേ? അതിന്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നവരില്ലേ? എന്താണ് ബദർ നമുക്ക് നൽകുന്ന പാഠം? നമ്മുടെ ബന്ധം, നമ്മുടെ സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയോടായിരിക്കണം, റബ്ബിനോടായിരിക്കണം നമ്മുടെ ഇഷ്ടമുണ്ടായിരിക്കേണ്ടത്. ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ കൂടെ അണിനിരന്നപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അവിശ്വാസികളുടെ കൂടെയാണ് അണിനിരന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? അതെ, അവിടെ അവർ പ്രാധാന്യം നൽകിയത് അള്ളാഹുവിന്റെ ദീനിനാണ്. യുദ്ധം കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മകൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, പിതാവേ, യുദ്ധഭൂമിയിൽ നിങ്ങളെ കാണാതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, യുദ്ധഭൂമിയിൽ നിന്നെ കണ്ടെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചു പോയത്. നീ അള്ളാഹുവിന്റെ ശത്രുവാൻ, നിന്നെ വകവരുത്താൻ യുദ്ധഭൂമിയിൽ നിന്നെ കണ്ടെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു. ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മകൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, റളിയല്ലാഹു അൻഹു എന്ന പദവിയിലേക്ക് ഉയർന്നു. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ ശത്രുവായ നിന്നെ അവിടെ കണ്ടുമുട്ടിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താ കാരണം? അള്ളാഹുവിനോടാണ് എനിക്ക് പ്രതിബദ്ധത, അള്ളാഹുവിനോടാണ് എനിക്ക് എന്റെ സ്നേഹം. നമുക്കെല്ലാവർക്കും അങ്ങനെയായിരിക്കണം. പല ബന്ധങ്ങൾ നമുക്കുണ്ടാകാം, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകാം, രക്തബന്ധങ്ങൾ ഉണ്ടാകാം, അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാവാം, സുഹൃത്തു ബന്ധങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാകാം, പല നിലക്കുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവാം. പക്ഷേ ആ ബന്ധങ്ങളിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ആദർശ ബന്ധത്തിനാണ്. ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ആദർശ ബന്ധത്തിനാണ്. അത് നമുക്ക് ബദർ നൽകുന്ന വലിയ പാഠമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, വലിയൊരു പാഠം. പലപ്പോഴും പല ആളുകളും ഹഖ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെയും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാനൊരു പേടി, ഒരു മടി. എന്താ കാരണം? ഞാനെങ്ങാനും ഇവരെ കൂടെ കൂടിയാൽ എൻ്റെ കുടുംബങ്ങൾ ചിലപ്പോൾ എന്നോട് തെറ്റും, എൻ്റെ ബന്ധങ്ങളൊക്കെ നിലച്ചു പോകും, എനിക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഇല്ലാതായിത്തീരും, ഞാൻ മരിച്ചാൽ പിന്നെ അവിടേക്കല്ലേ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടി വരിക, എൻ്റെ മക്കളുടെ കല്യാണത്തിൻ്റെ സമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നീ ഭൗതികമായ ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ആദർശത്തിൻ്റെ കൂട്ടായ്മയോടെ കൂടെ ചേരാൻ മടിച്ചു നിൽക്കുന്ന, മാറി നിൽക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. ബദർ നമുക്ക് നൽകുന്ന പാഠം, ആദർശത്തിന് പ്രാധാന്യം നൽകി റബ്ബിൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണമെന്നുള്ള വലിയ പാഠമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ബദറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ, ഉമർ, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ എന്നവർ രോഗിയായിരുന്നു. അവരെ പരിചരിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ തന്നെ നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതായിരുന്നു. പലരും പറയും
ഭാര്യയ്ക്ക് രോഗിയായി കഴിഞ്ഞാൽ ഭാര്യയെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പല കിതാബുകളിലും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചത് എന്താ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. അതിൽ നിന്നും മാറി നിൽക്കുവാൻ അദ്ദേഹത്തിനുള്ള കാരണം തൻ്റെ ഭാര്യ രോഗിയായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് കിട്ടിയ ഗനീമത്ത് എന്തോ അതേ വിഹിതം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം മനസ്സുകൊണ്ട് അതിൽ പങ്കെടുത്ത വ്യക്തിയാണ്. സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഭാര്യയെ പരിചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അവിടെയൊക്കെ നമുക്ക് പാഠമുണ്ട്. ഓരോ മേഖലകളിലും നമുക്ക് പാഠമുണ്ട്. പലരും ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ലിനിസാഇഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാണ് എന്നാണ്. പല ആളുകളെ കുറിച്ചും കൂട്ടുകാരോട് ചോദിച്ചാൽ പറയും ആൾ ഡീസൻ്റ് ആണല്ലോ. നാട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ചോദിച്ചാൽ പറയും ആള് വളരെ ഡീസൻ്റ് ആണല്ലോ, നല്ല സ്വഭാവമാണല്ലോ. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളക്കപ്പെടുന്നത് ഭാര്യയോടുള്ള പെരുമാറ്റം നോക്കിയാണ്. മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന പലരും ഭാര്യയോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക. ഒരു അന്യ സ്ത്രീ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ച് വിളിച്ചാൽ, ഒരു വഴി ചോദിച്ചോ മറ്റൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണെങ്കിൽ അതിന് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കും. സ്വന്തം ഭാര്യ ഒരു കാര്യം ചോദിച്ചാൽ അതിന് പോലും മറുപടി പറയാൻ വേണ്ടി മാന്യത കാണിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് ചിന്തിക്കെന്തായിരിക്കും, ഇവിടെ ഭക്ഷണത്തിന് എന്താ കുറവ്, ഇവിടെ വസ്ത്രത്തിന് എന്താ കുറവ്, മരുന്ന് വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കാറില്ലേ, പിന്നെന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ലിനിസാഇഹി, നിങ്ങളിൽ ഉത്തമൻ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്നാണ്. ഈ ഹദീസിന്റെ അർത്ഥത്തിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? നമുക്ക് തോന്നിയാൽ പോരാ, നമ്മൾ ഉഷാറാണ്, ഭാര്യ കൂടെ തോന്നണം. അതുകൂടി ഈ ഹദീസിന്റെ അർത്ഥത്തിൽ വരുന്ന ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബദറിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതൊക്കെ ബദരീങ്ങളെ സ്നേഹിക്കുന്നവർ, ബദരീങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടുന്ന വളരെ പ്രധാനമായ കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും സാഹചര്യം എന്തായിരുന്നു? അന്ന് അവർക്കുണ്ടായിരുന്ന സാമ്പത്തികമായ തലം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നിന്നത് വ്യക്തമാണ്. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ എൻ്റെ കൂടെയുള്ള സ്വഹാബത്ത് ചെരിപ്പില്ലാത്തവരാണ് റബ്ബേ, അവരെ നീ വഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, മാന്യമായി വസ്ത്രം ധരിക്കാൻ കഴിയാത്തവരാണ്, അവർക്ക് നീ വസ്ത്രം ധരിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും, റബ്ബേ അവർ ഭക്ഷണം മര്യാദക്ക് കഴിക്കാനില്ലാത്തവരാണ്, അവർക്ക് നീ ഭക്ഷണം നൽകണേ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുവെങ്കിൽ അന്ന് അവരൊക്കെ അനുഭവിച്ച ത്യാഗം എത്രയാ, അവരനുഭവിച്ച പ്രയാസം എത്രയാ. റമളാൻ 16 അന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം എത്രയാ. ഫ്രൂട്ട്സുകളായും ജ്യൂസുകളായും മറ്റു പലതരങ്ങളായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്രയാ. അള്ളാഹു പറഞ്ഞ വചനം തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ എത്രയോ 10 മടങ്ങ് നമ്മൾ അനുഭവിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയ നന്മകളുടെ എത്രയോ താഴെയാണ് നാം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഈ കാലഘട്ടത്തിലും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ നന്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നവർ. അവരാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങൾ ഉൾക്കൊണ്ട് ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ. അവരാണ് ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിലാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. ആഗ്രഹിക്കുന്നവർ പലരും ഉണ്ടാവും, പരിശ്രമിക്കുന്നവർ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ബദറിൽ വിജയിച്ചത് ആൾബലം കൊണ്ടല്ല, ബദറിൽ വിജയിച്ചത് ആയുധ ശക്തി കൊണ്ടല്ല, ബദറിൽ വിജയിച്ചത് ആദർശത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും
അല്ലാത്തവരും എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിന്റെ പടയാളികൾ എന്ന് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ബദറിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനും പോരുന്നുണ്ട് കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നു. അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല. അവിശ്വാസികളെ കൊണ്ട് അവിശ്വാസികൾക്കെതിരെ ഞങ്ങൾ പോരാട്ടത്തിന് പുറപ്പെടുകയില്ല. അത് ആ വ്യക്തി അവിടെ വെച്ച് മുസ്ലിം ആകുന്നു. ആ വ്യക്തിയോട് പോരാൻ സമ്മതിച്ചു. മറ്റൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാനും പോരുന്നുണ്ട്. മുസ്ലിം ആയിരുന്നില്ല. ഞാനും വരുന്നുണ്ട് മുസ്ലിങ്ങളുടെ കൂടെ. അദ്ദേഹത്തോട് പറഞ്ഞു, മുസ്ലിം ആകാതെ പറ്റില്ല. അദ്ദേഹം മുസ്ലിം ആയില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, പോരാൻ പറ്റില്ല, മടക്കി പറഞ്ഞയച്ചു. എന്താണ് ഇവിടെയുള്ള പാഠം? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന തൗഹീദിന്റെ ആളുകളുടെ കൂട്ടായ്മയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൈന്യമായി മാറുന്നത്. ചില ആളുകൾക്ക് ശത്രുവിനെതിരെ പോരാടണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ചരട് കെട്ടിയവരുണ്ടാവാം, ചരട് കെട്ടാത്തവരുണ്ടാകും, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അല്ലാത്തവർ. അതൊന്നും പ്രശ്നമില്ല. അത് ഇസ്ലാമിന്റെ നിലപാടല്ല. അത് ബദറിന്റെ പാഠമല്ല. ബദറിന്റെ പാഠം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നുള്ള അചഞ്ചലമായ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് റബ്ബിന്റെ അനുഗ്രഹം എന്നോണം റബ്ബ് സുബ്ഹാനഹു വ തആല ബദറിൽ വിശ്വാസികൾക്ക് വിജയം നൽകിയത്. അത് തിരിച്ചറിയാനും ജീവിതത്തിൽ ചേർത്ത് വെക്കാനും കഴിയുന്നതിലൂടെ മാത്രമേ അവർ നേടിയ വിജയം നമുക്കും ജീവിതത്തിൽ നേടാൻ കഴിയുകയുള്ളൂ. അത് നമുക്ക് ബദർ നൽകുന്ന സന്ദേശമാണ്. മക്കയിൽ അബൂജഹലും കൂട്ടരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. രണ്ടു കൂട്ടരും ബദറിന്റെ തലേ ദിവസവും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൊച്ചു സംഘത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അബൂജഹലും കൂട്ടരും ഏറ്റവും ഉത്തമമായ സൈന്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. രണ്ടുപേരും അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത്. എന്തായിരുന്നു വ്യത്യാസം? എന്തിനാ പിന്നെ ഇവർ തമ്മിൽ പോരാടിയത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. അവിടുത്തെ സഹാബിമാര് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രമാണ്. എന്നാൽ അബൂജഹലും കൂട്ടരും അള്ളാഹിനോടും പ്രാർത്ഥിക്കും, മൺമറഞ്ഞു പോയ മഹാന്മാരോടും പ്രാർത്ഥിക്കും. അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ആ റബ്ബിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു. ആ ഒരു ആദർശം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതിലൂടെയാണ് നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നത്. വർത്തമാനകാലത്ത് ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും റമദാൻ 17 പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ സ്വലാത്തുകൾ, പ്രത്യേകമായ ഭക്ഷണ വിതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിലെ ആരാധനാ കാര്യങ്ങൾ സമ്പൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദത്തുകും ബിഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊരു കാര്യമുണ്ടോ അത് ഞാൻ നിങ്ങളോട് പറയാതെ പോയിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ നടക്കുന്ന ഹിജ്റ 2-ലാണെങ്കിൽ അവിടുന്ന് വഫാത്താകുന്ന ഹിജ്റ 11-ലാണ്. ഇതിനിടയിൽ വർഷങ്ങൾ എത്ര കടന്നുപോയി. അതിലേതെങ്കിലും ഒരു വർഷത്തിൽ ഇന്ന് ബദരീങ്ങളുടെ ആണ്ടാണെന്ന് പറഞ്ഞ് ഒരു സ്വലാത്തും പ്രത്യേകം ചൊല്ലിയിട്ടില്ല, ഒരു ദിക്റും പ്രത്യേകമായി ചൊല്ലിയിട്ടില്ല, ഒരു ഭക്ഷണ വിതരണവും നടത്തിയിട്ടില്ല. ഒരു കാരക്കയുടെ ചീളെങ്കിലും ഇന്ന് ബദരീങ്ങളുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ബിരിയാണി വെച്ച് വിളമ്പാമായിരുന്നു. പക്ഷേ അതില്ല. എന്തുകൊണ്ട്? ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് ഭക്ഷണം വിളമ്പിക്കൊണ്ടല്ല. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടല്ല. മറിച്ച് ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് അവർ ഉൾക്കൊണ്ട ആദർശം എന്തോ ആ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അവർ ഉൾക്കൊണ്ട ആദർശം ജീവിതം അല്ലാഹുവിന് എന്നതായിരുന്നു. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അചഞ്ചലമായ വിശ്വാസമാണ് ബദരീങ്ങൾക്കുണ്ടായത് എങ്കിൽ നമ്മളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ടത് പറയുന്നുണ്ടെങ്കിലും പ്രയോഗവൽക്കരിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം.
എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പറ്റും? എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരുടെ സങ്കടങ്ങൾ പറയാൻ കഴിയുക? അതുകൊണ്ട് വാക്കുകളും പ്രവർത്തനങ്ങളും ഒരേ ദിശയിലൂടെ കടന്നു പോകണം. അത് ബദരീങ്ങൾ നമുക്ക് പഠിപ്പിച്ച വലിയ സന്ദേശമായി തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ബദരീങ്ങളോടുള്ള സ്നേഹം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ബദറിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ടാണ് വിജയിച്ചതെന്നുള്ള പാഠം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും മലക്കുകൾ ഇറങ്ങിയെന്നത് കൊണ്ടല്ല ബദറിൽ വിശ്വാസികൾ വിജയിച്ചത്, മറിച്ച് അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ട് മലക്കുകളെ പറഞ്ഞയച്ചു. റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ വിശ്വാസികൾക്ക് അവിടെ വിജയം സമ്മാനിക്കുകയും ചെയ്തു. അത് ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും വിശ്വാസികൾക്ക് വിജയിക്കാനായിട്ടില്ല. ഒരു കാലത്തും ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും വിജയിക്കുവാൻ സാധ്യമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് ബദറിൽ സംഭവിച്ചത്. പൊട്ടിയ വാളുകളും ഒട്ടിയ വയറുകളും കുഴിഞ്ഞ കണ്ണുകളുമായിരുന്നു സഹാബത്തിനെങ്കിലും നിറഞ്ഞു തുളുമ്പുന്ന ഈമാനും തവക്കുലും ത്യാഗസന്നദ്ധതയും സഹാബത്തിനെ വ്യതിരക്തമാക്കിയെങ്കിൽ ജീവിതത്തിൽ നമ്മളും അത് ചേർത്ത് പിടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഭൗതികമായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എന്തുണ്ടെങ്കിലും ശരി, റബ്ബിന്റെ ദീനിന് പ്രാധാന്യം നൽകി പരലോക വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ പരാജയപ്പെടില്ല നാം. പല ആളുകളും സാമ്പത്തിക പിരിമുറുക്കമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കും. ലോകത്തിലെ ഏറ്റവും ഉത്തമൻ, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ വീട്ടിലൊരു വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലുമില്ല. തന്റെ പടയങ്കി പോലും ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തപ്പെട്ട അവസ്ഥയിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളതെങ്കിൽ സാമ്പത്തിക ഐശ്വര്യവും അഭിവൃദ്ധിയുമല്ല റബ്ബ് നമ്മെ പരിഗണിച്ചു എന്നതിന്റെ പ്രത്യേകത, മറിച്ച് ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടെ തഖ്വ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതാണ് ബദരീങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ജീവിതത്തിൽ അത് ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഏതെല്ലാം നിലയിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിന് പറ്റുന്ന നല്ല അവസരമാണ് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കി നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ബദരീങ്ങൾ ജീവിച്ചതുപോലെ ജീവിച്ച് ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അതിന് പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനം നമ്മൾ നന്നാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്നാക്കണം. അത് വ്യക്തി ജീവിതമാണെങ്കിലും അള്ളാഹുവിന് സമർപ്പിക്കുന്നതായ കാര്യങ്ങളാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്കറിയാം. സമ്പത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിൽ അവന് അവകാശപ്പെട്ടത് മാത്രമേ അവന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത എത്ര ഉണ്ടോ അത് പൂർണ്ണമായും മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കണം. അതിൻ്റെ അവകാശികൾ കൊടുത്തിരിക്കണം. നമ്മുടെ മഹല്ലിൽ അതിനുള്ള സൗകര്യമുണ്ട്, സക്കാത്ത് സെല്ലുണ്ട്. അവിടെ നമ്മുടെ സമ്പത്തിൻ്റെ കൃത്യമായ കണക്ക് നോക്കി ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ ഓരോ രൂപക്കും കണക്ക് പറയേണ്ടി വരും. അവിടെ നിന്ന് കണക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുത്തിരിക്കണം. നമ്മൾ സമ്പത്തിൻ്റെ സക്കാത്ത് അത് പണക്കാർ കൊടുക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ രക്ഷപ്പെടേണ്ടതില്ല. നമുക്ക് പറ്റുമല്ലേ, നമുക്ക് ഉണ്ടോ ഇല്ലേ നമ്മൾ ചിന്തിക്കണം. ഏകദേശം 590 ഗ്രാം വെള്ളിയുടെ മൂല്യം ഒരു വർഷത്തിൽ നമുക്ക് നീക്കിയിരിപ്പുണ്ടെങ്കിൽ ഏകദേശം ഒരു 40,000 ഒക്കെ ആയിരിക്കും. നമുക്ക് ഒരു മാസത്തിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം. 590 ഗ്രാം വെള്ളിയുടെ മൂല്യം ഒരു വർഷമായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം. എത്രയാണുള്ളത് അതിൻ്റെ മൊത്തമായിട്ട് കൊടുത്തിരിക്കണം. അപ്പം അത്ര ഉള്ളവർ കൊടുത്താൽ പോരെ, സക്കാത്ത് അത്ര ഉള്ളവർ കൊടുത്താൽ മതി. സ്വതക്കയോ എത്ര കുറച്ചുള്ളവരും കൊടുക്കാൻ പറ്റും. സ്വതക്ക എത്ര കുറച്ചുള്ളവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ഒരു മുദ്ദ് 2 കൈ കൊണ്ട് കോരിയിട്ടുള്ള ഈത്തപ്പഴം കൊണ്ടുവന്ന് സ്വതക്ക ചെയ്തു. കാരണം എന്താ? അദ്ദേഹത്തിനെ കൊണ്ട് അതേ കൈ ഉണ്ടായിരുന്നുള്ളൂ.
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ സൽക്കരിച്ച് നമുക്കറിയാം. ഭക്ഷണം കൊടുക്കാൻ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളായിരുന്നു. ആ വീട്ടിലുള്ളവർ കഴിക്കാനുള്ളത് പോലും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് അതിഥിക്ക് കൊടുത്ത് വിളക്കണച്ചു, ആരും അറിയാതിരിക്കാൻ. ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹു അത് കണ്ടു. ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാർത്ത പരത്തി. നോക്കൂ നിങ്ങൾ, എത്ര രഹസ്യമായിട്ടാണ് ചെയ്തത്. വിളക്ക് പോലും അണച്ച് അതിഥി പോലും അറിയാതിരിക്കാൻ. പക്ഷേ റബ്ബ് അത് സ്വീകരിച്ചു. ലോകത്ത് ആ വാർത്ത പ്രചരിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് നന്മകളെ ചേർത്ത് വെക്കാൻ സാധിക്കണം. സക്കാത്തും സദഖയും നൽകാൻ നമുക്ക് പറ്റണം. അതേപോലെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ മക്കൾ പുതുവസ്ത്രം ധരിക്കുമ്പോൾ പുതുവസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചിടത് കഴിയാതെ പോകുന്നവരുണ്ടാകരുത്. ആ ഒരു കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ഈദ് കിസ്വ എന്ന പേരിൽ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം. 1300 രൂപയാണ് അതിന് ഒരു കുട്ടിക്ക് നമ്മൾ വസ്ത്രം എടുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത്. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മളതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് സൽസബീൽ അറബിക് കോളേജ്. ഏകദേശം 150ഓളം വിദ്യാർത്ഥിനികൾ പൂർണ്ണമായി സൗജന്യമായി താമസിച്ചു പഠിക്കുന്ന സൽസബീൽ കോളേജ്, അതിൻ്റെ കളക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. അതുമായി നിങ്ങൾ സഹകരിക്കണം. വർത്തമാനകാലത്ത് മൈ ബോഡി മൈ ചോയ്സ്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോയി എത്രയോ മാതാവും പിതാവും കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇവിടുന്ന് യാത്ര ചെയ്ത് ബോംബെയിലെത്താൻ ഒരു പ്രശ്നമല്ല, സിമ്പിളായി ബോംബെയിലെത്തുന്നു. എവിടേക്ക് യാത്ര ചെയ്യാനും മടിയില്ലാത്ത വിധം അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നു, പലപ്പോഴും മാതാപിതാക്കൾ പോലും അറിയാതെ. ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി ഏറെയാണ്. കഴിഞ്ഞ ദിവസം കോളേജിൽ സെൻഡ് ഓഫ് നടന്നപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. സെൻഡ് ഓഫ് നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിനി പറയാൻ, നമ്മുടെ കോളേജിലെ കുട്ടികൾ 1ാമത്തെ സൊഫിൽ നമസ്കാരത്തിനെത്താൻ വേണ്ടി മത്സരിക്കാറുണ്ട്. നോക്കൂ, ഈ കാലഘട്ടത്തിൽ മതം എന്നത് പഴഞ്ചനാണെന്നും മതം വിട്ട ജീവിതമാണ് ഏറ്റവും നല്ലത് എന്നും ചിന്തിക്കുന്ന യുവതികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിലെ 1ാമത്തെ സൊഫിലേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുന്ന അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വളർന്നു വരുന്നുവെങ്കിൽ, നമ്മുടെ മക്കൾ ആ ആദർശത്തിലായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. നമ്മുടെ ആൺമക്കൾക്ക് ഇത്തരം പെൺകുട്ടികൾ ലഭിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടതുമായി സഹകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നതുവരെ അള്ളാഹുവിനെ ഭയപ്പെട്ടും അവന് വഴിപ്പെട്ടും ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ ആ നന്മകളൊക്കെ നമ്മൾ ചേർത്ത് വെക്കുക. ദിക്റുകളാകട്ടെ, സ്വലാത്തുകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ ഒക്കെ. നമസ്കാരത്തിൽ, വിത്ർ നമസ്കാരത്തിൽ പല പള്ളികളിലും കുനൂത്തുകൾ നടക്കാറുണ്ടാവും. കുനൂത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10ൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമല്ല, അതിൻ്റെ മുമ്പ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വിത്ർ നമസ്കാരത്തിലെ കുനൂത്ത്, സുബഹിയിൽ മാത്രമുള്ള കുനൂത്താണ് ഇസ്ലാം പഠിപ്പിക്കാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും റബ്ബിൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.